പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലും മത്സരിച്ചേക്കും. വാരാണസിക്ക് പുറമെ രണ്ടാമത്തെ മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരം പരിഗണിക്കുന്നു എന്നാണ് സൂചന. മോദിയെ മുൻനിർത്തി ദക്ഷിണേന്ത്യയിലും നേട്ടം കൊയ്യാനാണ് ബിജെപിയുടെ നീക്കം. ദില്ലിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ദക്ഷിണേന്ത്യയിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തത്. തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് രണ്ടാമത് മണ്ഡലമായി മോദിക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ബിജെപി തമിഴ്നാട് ഘടകം നേരത്തെ തന്നെ ഈ ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരുന്നു. വാരണാസിക്ക് പുറമെ തമിഴ്നാട്ടിൽ കൂടി മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒന്നാകെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. രാമക്ഷേത്രം മുൻനിർത്തി ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും കോർത്തിണക്കിയുള്ള പ്രചാരണമാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാമക്ഷേത്രമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് രാമനാഥപുരം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി രാമനാഥപുരത്തിന് വലിയ പ്രാധാന്യമാണ് ബിജെപി നൽകി വരുന്നത്. ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ പദയാത്ര ആരംഭിച്ചതും രാമനാഥപുരത്ത് നിന്നായിരുന്നു. 4 തെരഞ്ഞെടുപ്പുകളിൽ 3ലും DMK സഖ്യത്തിനായിരുന്നു ഇവിടെ വിജയം. മുസ്ലിം ലീഗിന്റെ നവാസ് കനി 1.25 ലക്ഷത്തിലേറെ വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. എന്നാൽ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ന്യൂനപക്ഷ സ്വാധീന മേഖലയിൽ മോദി പോരിന് തയ്യാറെടുക്കുന്നത്. 2014 വാരണാസിക്ക് പുറമെ വഡോദരയിലും മോദി മത്സരിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.